എല്ലാവർക്കും നമസ്കാരം. കേരള ഗവൺമെൻറ്റിൻ്റെ ജനസമ്പർക്ക പരിപാടിയായ നവകേരള യാത്ര തുടക്കം മുതലേ തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയപ്പോഴും പല കാര്യത്തിലും വിവാദങ്ങളിലൂടെ അത് കടന്നുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബസ് തുടക്കം മുതൽ ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരെ ക്ഷണിക്കുകയും ബസ്സിൻ്റെ ഉൾവശം കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം KSU പ്രവർത്തകർ നവകേരള ബസ്സിന് മുമ്പിൽ പ്രതിഷേധവുമായി കരിങ്കൊടിയുമായി പ്രതിഷേധമായി വരികയും അവരെയെല്ലാം പോലീസ് പിടിച്ചു മാറ്റുകയും അല്ലെങ്കിൽ DYFI പ്രവർത്തകർ മർദ്ദിക്കുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സംഭവം എല്ലാം നമ്മൾ പത്രത്തിലൂടെ വായിച്ചതും വളരെയേറെ വിവാദമുണ്ടാക്കിയ കാര്യങ്ങളുമാണ്. അതിനൊപ്പം തന്നെ വിവാദമായി വന്ന മറ്റൊരു കാര്യമായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ നിന്ന ഒരു വ്യക്തിയെ പോലീസ് മുൻകരുതൽ എന്ന നിലയ്ക്ക്, അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗമാണ് എന്നാണ് അറിഞ്ഞത്, അദ്ദേഹത്തെ മുൻകരുതൽ എന്ന നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് വാർത്തയിൽ വന്നത്. അങ്ങനെ ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് നമ്മുടെ ഈ നവകേരള യാത്ര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതിനെതിരെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ഒരു BJP പ്രവർത്തകൻ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി നിൽക്കുന്ന ഒരു കാര്യം. ഇന്നലെയാണ് ഈ കാര്യം സംഭവിച്ചത്. കൊല്ലം സ്വദേശിയായ ഒരു BJP അംഗം, അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അന്നേരം മുഖ്യമന്ത്രി കൊല്ലത്തൂടെ കടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിക്ക് കറുപ്പ് അലർജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസരൂപേണ രഞ്ജിത്ത് എന്ന വ്യക്തി സ്വന്തം ശരീരം മുഴുവൻ വെളുത്ത പെയിൻ്റ് അടിക്കുകയും അദ്ദേഹം ഇരിക്കുവാൻ ഒരു കസേരയും, ആ കസേരയും മൊത്തം വെളുത്ത പെയിൻ്റ് അടിക്കുകയും എന്നിട്ട് രാജാവിന് കറുപ്പ് വെറുപ്പായതുകൊണ്ട് ഞാൻ എൻ്റെ ദേഹം മുഴുവൻ വെളുത്ത പെയിൻ്റ് അടിക്കുകയാണ്, രാജാവിന് സന്തോഷമായിക്കോട്ടെ എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും ഈ വീഡിയോ ചിത്രീകരിക്കുന്നവരോടൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ രാജാവ്. അയ്യോ, തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുമല്ല, ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ്. ജയിലിലോട്ട് പോകാൻ ഇപ്പം പോയി. എൻ്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഇതിന് മുമ്പൊരു കറുത്ത ഷർട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ്. ഇതിനകത്തൊരു മനുഷ്യൻ ഇവിടെ കസേരയിലൊന്നും തൊടരുത്. നമ്മുടെ രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ്, അത് അശുദ്ധമാക്കരുത്. കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി നിന്ന ചേട്ടാ കൊള്ളാം. അപ്പോൾ രാജാവിന് വേണ്ടി പ്രത്യേകം വൃത്തിയാണ് പെയിൻ്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ കസേരയിൽ. രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ്. അമേരിക്കയിൽ പോയപ്പോൾ പോലും ഇരുന്ന ആ കസേരയാണ് ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ഫോൺ വരെ വെച്ചടിച്ചേക്കുക. അയ്യോ, തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു. ഞാൻ ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചു, കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞ് ഇവർ കേസെടുക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത്, കറുപ്പ് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ പ്രതിഷേധം ചെയ്തിട്ടാണ് നമ്മുടെ രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ, രാജാവാണ്. നമ്മൾ അടിമകളാണ്, പ്രജകള്. അപ്പം നമ്മൾ മുമ്പിട്ട് നിന്നേ പറ്റൂ. അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. രാജാവിൻ്റെ മനസ്സ്, എൻ്റെ ഒരു മുടിനാര് കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത്. പ്രതിഷേധമല്ല, ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ CM ഇതുവഴി പോയി കഴിഞ്ഞാൽ, രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ 10 അടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു കാരണവശാലും എൻ്റെ രാജാവിൻ്റെ ദേഹത്ത് എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുക? ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത്?
ഞാൻ ഇവിടുത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധിയാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത സാറേ ഇത് നോക്കൂ സാറേ, എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളിപ്പാക്കി. അതൊക്കെ നിങ്ങളുടെ സമരത്തിന്റെ ഞാൻ സമരമല്ല സാറേ, സമരം ഇവർ ആടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമരമാണെന്ന്? സാറേ ഇതാണ് കേട്ടോ, ഇത് വരെ കേട്ടോ, ഇത് പോലും ഇല്ല. ഇതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോ കറുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് സാർ. പിന്നെന്താണ്? അത് പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല സാർ. അത് പറ്റത്തില്ല. സോറി. അത് എന്റെ മുഖ്യമല്ല, എന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ്. രാജാവിനെ ഇരിക്കുന്ന സാറേ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല. ഞാൻ ദേവീത് ഞാൻ ജനശ്രദ്ധ ആകർഷിക്കാനല്ല സാർ, ജനശ്രദ്ധ ആകർഷിക്കാനല്ല. എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്. ഇല്ല, വരത്തില്ല സാർ. സോറി സാറേ, എന്തോ ചെയ്ത് അടിച്ചോ കൊല്ലിയോ സാർ, എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ, വരത്തില്ല സാർ, വരത്തില്ല. ഇല്ല സാർ, വരത്തില്ല സാർ. മുഖ്യമന്ത്രി ഇല്ല സാർ, വരത്തില്ല. ഞാൻ അങ്ങനെയാണ്. ഒരു ജനപ്രതിനിധിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ എഴുതാൻ സാർ, ഞാൻ ഇവിടുന്ന് വരത്തില്ല. അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ഇവിടെ എന്റെ വാർഡിൽ ഇരിക്കുന്നൂടെ സാർ, ഞാൻ എന്റെ വാർഡല്ലയോ ഏതാ? ഞാൻ ഇവിടെ അല്ല സാർ ഇരിക്കുന്നത്. എന്റെ ഈ കടയിൽ ഞാനിവിടെ നിൽക്കും. ഇല്ല സാർ, ഇല്ല. ഇവിടെ അല്ലേ എന്റെ മുഖ്യമന്ത്രി തുടരുത് കേട്ടോ, വേറെ ആരും തുടരുത്. വേണ്ടി മാത്രം ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. പ്രധാനമന്ത്രി അതുപോലെ തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് സാർ, അതുപോലെ തന്നെയാണ്. ഞാനും ഒരു ജനപ്രതിനിധിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഏത് വാർഡിലൂടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ എന്റെ ശരീരത്തെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ പെയിന്റ് എല്ലാം അടിച്ചിരിക്കുന്നത്. സാർ